എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ജഡ്ജ് എ പേഴ്സൺസ് എബിലിറ്റി ഫ്രം ഹിസ് വർക്ക്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, എന്നാലും വളരെ ശക്തമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതായത് വേറൊന്നുമല്ല, ഒരാളുടെ കഴിവിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും അയാൾ ചെയ്തു തീർത്ത ജോലിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇവിടെ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. വേറൊന്നുമല്ല, ഒന്ന്, നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു തെറ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ ആ രൂപം, അല്ലെങ്കിൽ അയാൾ സംസാരിക്കുന്ന രീതി, അയാളുടെ വേഷം, ഇതിനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഇയാൾ കഴിവുള്ള ആളാണ്, അല്ലെങ്കിൽ ഇയാൾക്ക് കഴിവില്ല. അവരുടെ ബാഹ്യമായിട്ടുള്ള സൗന്ദര്യവും അതുപോലെയുള്ള പല കാര്യങ്ങളും വെച്ചിട്ടായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത്. ഒരു പരിധിവരെ നമുക്ക് ആ ഇത് വെച്ചിട്ട് നമുക്ക് ഒരാളെ വിലയിരുത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ വിലയിരുത്തിയാൽ തീർച്ചയായിട്ടും അത് തെറ്റായ വിലയിരുത്തലായിട്ട് മാറും. ഒരു നേതാവിന് തീർച്ചയായിട്ടും അയാളോടൊപ്പം നിൽക്കുന്ന ആളുകളെ നല്ല രീതിയിൽ ജഡ്ജ് ചെയ്യാനായിട്ട് സാധിക്കണം. അതും അവരുടെ കഴിവിനെ ആസ്പദമാക്കിയാണ്. അതും ആ കഴിവെന്ന് പറയുന്നത് അവർ ചെയ്ത ജോലിയെ ആസ്പദമാക്കിയാണ്. ഇനി ചെയ്ത ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് ചെയ്യാനായിട്ട് കൊടുത്ത ജോലി എന്നുള്ളതിനും അപ്പുറം അവർക്ക് എന്തൊക്കെയാണോ കഴിവുകളുള്ളത് അത് അവരെങ്ങനെ ചെയ്യുന്നു, ആ കഴിവ് ഉപയോഗിച്ച് ആ ഒരു കാര്യം അവരെങ്ങനെ ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം. പലപ്പോഴും പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തി അവിടെ താഴെ ഇരിക്കുന്ന പല ആളുകൾക്കും പല ജോലികളും കൊടുക്കാറുണ്ട്. ഇതിൽ എല്ലാവർക്കും ഒരേപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. കാരണം ഈ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള തനതായ ചില കഴിവുകളുണ്ട്. ആ കഴിവുകൾ എന്താണെന്ന്, അല്ലെങ്കിൽ അവരുടെ ആ പോരായ്മകൾ എന്തൊക്കെയാണ്, എന്താ പറയുന്നത്, കുറവും എന്താണെന്നുള്ളത് മനസ്സിലാക്കി തീർച്ചയായിട്ടും അതനുസരിച്ച് വേണം അവർക്ക് ആ ജോലികൾ ഏർപ്പെടുത്താനായിട്ട്. അതല്ലാതെ ഒരാൾക്ക് എഴുതാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിലുള്ള എല്ലാവർക്കും അയാളെ പോലെ തന്നെ എഴുതാൻ സാധിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പം എല്ലാവർക്കും ഒരേപോലുള്ള ജോലി അല്ല കൊടുക്കേണ്ടത്. ഓരോരുത്തരുടെയും കഴിവ് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ജോലി കൊടുക്കുന്നതാണ് ഒരു നേതാവിൻ്റെ വലിയ ഒരു കഴിവ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് പറയുന്നത്, ഒരു വ്യക്തിയുടെ ചെയ്യാനുള്ള കഴിവിനനുസരിച്ച് ജോലി കൊടുത്ത് അത് അയാൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം ഒരാളെ നമ്മൾ വിലയിരുത്താനായിട്ട്. അപ്പം തീർച്ചയായിട്ടും ഒരു നേതാവാകാൻ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ആവശ്യമുള്ള ഒരു വലിയൊരു കഴിവാണ്, അതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കഴിവ് തീർച്ചയായിട്ടും നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. അതുവഴി വലിയൊരു നേതാവാകാനായിട്ട് നമ്മളിൽ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.